എനിക്കിഷ്ടായി. അല്ല, ഇതിന്റെ സുഗന്ധമോ അതോ എന്നെയോ? രണ്ടും. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിന്നെ കയറി പിടിച്ച് അവനെ പിന്നെ ഞാൻ എന്താ ചെയ്യണ്ട? കരയണ്ട. നിന്റെ ചോക്ലേറ്റ് അവക്ക് വേണ്ട. കൊടുക്കടി. ഇറങ്ങടാ തണ്ടി പുറത്ത്. പൊന്നമ്മേ ചൂലേ, മേലിൽ എന്നെ നീ പൊന്നുകൂട്ടി വിളിക്കരുത്. അപ്പന്റെ മുഖത്ത് നോക്കിയാണോടാ കൊണ്ട തേ പിടിച്ചാളുടെ ഒക്കെ തോളെ കൈയിട്ട് നടക്കുന്നത്? അവിടെ കൂടെ അന്തി ഇറങ്ങാൻ പോയപ്പോ കെട്ടുപ്രായം തകഞ്ഞിരിക്കുന്ന ഒരു പെങ്ങളുണ്ടെന്ന കാര്യം നീ മറന്നു. പല ഉറപ്പിച്ച കല്യാണം തെറ്റി. നിന്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതെനിക്ക് താങ്ങാനാവില്ല. നീ എനിക്ക് ശാപമാകരുത്. പൊന്നമ്മച്ചി പോടിയപ്പുറത്ത്. അവന്റെ ചോക്ലേറ്റ് ഇറങ്ങി പോടാ. പൊന്നമ്മയുടെ കയ്യില് പൊന്നു വാങ്ങാനും പെങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കാനും മേലിൽ പഠിക്കാത്ത കയറിപ്പോരുത്. അപ്പന്റെ മുഖത്ത് നോക്കി അവളുടെ തോളെ പിടിച്ചാണ് നിങ്ങളുടെ ദുഃഖമെങ്കിൽ അവളെ ഞാനങ്ങ് കെട്ടിയാലോ? ആരാ? ജാൻസിയുടെ ആങ്ങളെ തോമ. ഓഹോ, ആട് തോമ അല്ലേ? ഞാൻ വന്നത് വേണ്ട, വന്ന കാര്യം കേൾക്കണ്ട. ഞങ്ങൾ ആ ബന്ധുത വേണ്ടെന്ന് വെച്ചു. തോമാച്ചാനല്ലേ? ജാൻസിയുടെ ആൽബതി കണ്ടു. ആ തട്ടേ കിടക്കുന്ന പൈപ്പ് മനുഷ്യനെ കണ്ടു. മനോഹരം. വാ. മര്യാദകളൊന്നും വേണ്ട. ഞാൻ വന്നത് എന്റെ പെങ്ങക്ക് ചെറുക്കനെ ഉണ്ടാക്കാനല്ല. ഗന്ധർവന്റെ സെന്റ് എന്റെ പെങ്ങക്ക് വേണ്ട. ഇനി പോകുന്നിടത്ത് കൊടുക്കാം. എന്താ തോമച്ചേ? തോമച്ചേ, നമുക്ക് പറ്റിയ ബന്ധമല്ല പോനത്. ഈ പേപ്പറിന്റെ തലക്കെട്ടൊന്ന് വായിച്ചു നോക്ക്. തേവിടിച്ചിയുടെ കൈയെ കൂട്ടിക്കെട്ടി തെരുവിലൂടെ നടത്തിക്കൊണ്ടുപോയ ഒരുത്തിന്റെ പെങ്ങളെ നമുക്ക് വേണ്ടടാ. കെട്ടാൻ പോകുന്ന ആങ്ങളല്ലല്ലോ, പെങ്ങളല്ലേ അപ്പാ? നീ എന്താ ആക്ഷേപമാണ് പറയുന്നത്? കുടുംബത്തിൽ പെടുന്നവർക്ക് പറ്റിയ ബന്ധമാണോ ഇത്? ഞാൻ ഒരു പെണ്ണിനെ കണ്ടിട്ടുള്ളൂ. എനിക്ക് അവളെ ഇഷ്ടമായി. എനിക്ക് അവളെ അറിഞ്ഞാ പോരെ. കുടുംബമൊക്കെ അരിച്ചു പെറുക്കി അറിയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. തോമച്ചായ, ഞാനിത് ജാൻസി കൊടുത്തപ്പോ എന്റെ മനസ്സോടെ അവൾക്ക് കൊടുത്തുപോയി. ഇതവളെ തിരിച്ചേൽപ്പിക്കണം. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺ ചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല, എന്താ മോളെ ഇത്? കാഡ്ബറീസ് ചോക്ലേറ്റാ. കൊള്ളാലോടി. വല്യേട്ടൻ തന്നതാ. എന്താ അപ്പച്ചാ? ചെന്നിനായം ചവച്ചോറുണ്ട്. നിന്റെ പിരി ഞാൻ മുറിച്ചില്ലെങ്കിൽ സോമൻ കാക്കിയൂര് നിനക്ക് ക്ഷവരം ചെയ്യും. ഉറപ്പിക്കാമോ?
എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും SI സോമം പിള്ളയ്ക്ക് ചെരക്കാൻ. എടാ വടി കൊടുത്ത് അടി മേടിച്ചിട്ട് നിനക്ക് ഉറക്കം വരില്ലല്ലേ? അയാളെ ഇടിച്ച് ചന്തലെ കിണറ്റിലിട്ട് കൊന്നെന്നാ കേസ്. ഒന്നോ അല്ല കൊല്ലാൻ ശ്രമിച്ചെന്നാ കേസ്. അങ്ങനെ പറ. വീശു പിരിക്കാൻ കേട്ട സ്ഥലം. മീശ പിരിക്കും. വല്യേട്ടാ, എന്റെ മനസ്സമാത്തിനെങ്കിലും വരണേ. 3 മണിക്കാ, അറിയാലോ. ആ ഞാൻ വരും. അതെ സാറേ, എന്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. SI ഇടിച്ച് കിണറ്റിലിട്ടെന്നാ. ഞങ്ങളവിടെ മുറുക്കാങ്ങ നടത്തുന്ന രാജമ്മ എന്ന് പറഞ്ഞൊരു പാവം പെണ്ണുണ്ടേ. അവളെ ഈ SI കയറി ബലാസംഗം ചെയ്ത്. അവളാണെങ്കിൽ ഒരു പാവ. അത് കണ്ടപ്പോ ഇവൻ കയറി SIയെ തല്ലി. അത് ഉച്ചയ്ക്ക് മുമ്പ് അങ്ങ് തീർത്താ കൊള്ളായിരുന്നു. പെങ്ങടെ മനസ്സമ്മത ഉച്ചയ്ക്ക് 3 മണിക്ക് ചെല്ലാമെന്ന് വാക്കുകൊടുത്തു. എന്താ പേര്? തോമ. എടാ കോപ്പേ, നീ എന്താ അയാളെ തടഞ്ഞു നിർത്തി ചോദിച്ചേ? മൈസേട്ട് നല്ല ആളാ. എന്റെ പേര് ചോദിച്ചിട്ടില്ലേ? എടാ പേര് ചോദിച്ചെങ്കിൽ വളർത്താനും ആവാം അറക്കാനും ആവാം. ആട് തോമ. അടുത്ത കേസ് വിളിക്കൂ. വാഴക്കുളം സെമിനാരി വക ശിവപന്നിയെ പരാമർ കൊടുത്തു വന്ന കേസ് പ്രതി ഓന്തുഗോപാലൻ. നാടക നടി മലപ്പുറം മല്ലികയെ പട്ടാപ്പകൽ ഓടിച്ച് മാല പറിച്ച പ്രതി തീക്കൊള്ളി രാജപ്പൻ. ഞാൻ പോവാ. തീക്കൊള്ളി രാജപ്പൻ. എടാ തോമാച്ച, എടാ വെളുക്കോളം കുരിച്ച് കുട ഉടയ്ക്കരുത്. തോമാച്ച, എന്ന് പറഞ്ഞു. ഇത്രയൊക്കെ ആയില്ലേ? ഇനി ഈ തലവേദനയും കഴിക്കും. SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കിണറ്റിട്ട പ്രതി ആട് തോമ. അപ്പോൾ തൊഴിൽ ആടുവട്ടായിരിക്കും. ഇല്ല, ആട് വെട്ടില്ല. ആടിന്റെ ചങ്കിലെ ചോര കുടിക്കും. അതാണ് എന്റെ ആരോഗ്യ രഹസ്യം, എന്റെ ജീവൻ ടോൺ. ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോരരന്ന കൊടുകിന്നു കൗതുകം. തദേവയുക്തം ഭൈഷജ്യം യഥാരോഗ്യായ കൽപ്പതേ സചൈവ ഭിഷജാം ശ്രേഷ്ഠോ യോഗേദ്യോയ പ്രമോചയേത്. എന്ന് വെച്ചാൽ ഏതൊന്നാണോ ആരോഗ്യത്തെ ഉണ്ടാക്കുന്നത് അതാണ് യുക്തമായ ഔഷധം. ഏതൊരുവനാണോ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അവനാണ് ഉത്തമ വൈദ്യൻ. കിഴക്കേ മുറിയുടെ ചവിട്ടിത്തിരുമും ആട്ടിൻ ചോരയുമാണ് എന്റെ ഔഷധം. സകലകലാവല്ലഭൻ. പക്ഷെ വകടിരിവ് വട്ടപൂജ്യം. അടുത്ത അവധി സെപ്റ്റംബർ 22. താൻ പോയി വകടിരിവ് വട്ടിട്ട് വാ. ആട് തോമ, ഇന്നലെ അങ്ങ് മനസ്സിരുത്തിയത് കൊണ്ട് എന്റെ പെങ്ങടെ മനസ്സമ്മതം നന്നായി കൂടാൻ സാധിച്ചു. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഉപദ്രവിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കാൻ വന്ന 1.5 ചക്രം ഗുണ്ടയൊന്നുമല്ല ഞാൻ. നിയമം പഠിച്ച നിങ്ങൾക്ക് സമയത്തിന്റെ വില ഞാൻ പഠിപ്പിച്ചുതരാം. എങ്ങോട്ട് പോകുന്നു? ചേപ്പാട് തറവാട് വരെ ഒന്ന് പോവുക. ഇന്ന് വെൺമണി വിഷ്ണുവിന്റെ സപ്താഹം വായന ആരംഭ. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട. ആ പെങ്ങടെ മനസ്സമ്മതത്തിന് എവിടെ ആയിരുന്നു? അമേരിക്ക വരെ പോയിരുന്നു. വല്യേട്ടാ, എന്താടി? വേണ്ട, വല്യേട്ടൻ നല്ല ആളാ, എന്നാലും വന്നില്ലല്ലോ. കേസ് കഴിഞ്ഞില്ലേ?
ദേ ഇത് കഴിച്ചേ, ഞാൻ വലിയേട്ടന് വേണ്ടി മാറ്റി വെച്ചതാ. ദാ വേണ്ട മാഷേ, മാറോ നടക്കടാ. കളിച്ച് കളിച്ച് മൈസൂരിനടുത്താണ് കളി. ഇവന് എന്റെ വീട് പോലീസ് സ്റ്റേഷനാക്കി. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു. കൊണ്ടുപോയോ? പക്ഷേ ഇങ്ങനെ വേണം സാറേ. ഒരിക്കൽ മകനെ അടിച്ച നാട് കടത്തി വെള്ളച്ചുരുളിനി ഈ വീട്ടിൽ വേണ്ട. വേരറ്റ് പോയ വൃക്ഷത്തിന് ഇനിയും വെള്ളം കോരരുത്. അവന്റെ തായ് വേരി മഴ വെച്ചത് നിങ്ങളാണ്. കച്ചത്തോർ തലക്കി പിഴിയും പോലല്ലേ തല്ലിപ്പിഴിഞ്ഞത്. തല്ലിപ്പിഴിഞ്ഞത് പഠിച്ചു മിടുക്കനായി രാജ്യം അറിയുന്ന ഒരു മാത്തമാറ്റീഷ്യൻ ആകാൻ വേണ്ടിയായിരുന്നു. എന്നിട്ടായില്ലേ രാജ്യം അറിയുന്ന ഒന്നാമത്തെ റൗഡി. ഗേറ്റ് പൂട്ടും. ഒന്നും ചെയ്യരുത് സാർ. മതി സാറേ കെട്ടിയിട്ട് തല്ലിയത്. നാട്ടുകാർ നിർത്തണം. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇവ തുറക്കുന്നില്ല സാർ. തനിക്ക് അങ്ങോട്ട് തുറന്നാലെന്താ? പോലീസ് മുറ എന്റെ മുറ്റത്ത് എടുക്കരുത്. നിങ്ങൾ ഇടിച്ച് ഇവൻ ഗേറ്റിൽ കിടന്ന് ചത്തുപോയാൽ ആര് സമാധാനം പറയും? പോക്കിരിത്തരല്ലേ സാർ ഇവൻ കാണിച്ചത്? അതിനല്ലേ കേസും കോടതിയും ഒക്കെ. തനിക്ക് വല്ല പൂർവ്വ വൈരാഗ്യം ഉണ്ടെങ്കിൽ പൂട്ടിയിട്ട് അടിക്കരുത്, അഴിച്ചു വിട്ടടിക്കുക. തൊപ്പിയും വെച്ച് നടക്കുന്നു. അഴിക്കടോ, അഴിക്കാൻ. അഴിച്ചു വിടോ സാർ. ഒരു കംപ്ലൈന്റ് എഴുതി കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ തന്റെ പേരിലെ കംപ്ലൈന്റ് എഴുതുന്നുണ്ട്. ഇത്രയും തല്ലും കൊടുത്തേച്ച് ഇനി കംപ്ലൈന്റോ? എടോ തോമ, സന്ധ്യ ആവുന്നതിന് മുമ്പ് വീട്ടിൽ പോകാൻ നോക്ക്. നിന്റെ കുട്ടിക്കാലം കണ്ട് പാച്ചുള്ളിക്ക് ഈ മുഖം സഹിക്കാനാവുന്നില്ലടാ. സ്കൂളിൽ പഠിക്കുമ്പോ അത്ഭുതമണി ഉണ്ടാക്കിയ തോമസ് ചാക്കോ ആണോ ഇത്?